ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു കൊച്ചു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് റേ എന്നോട് ആവശ്യപ്പെടുക അവൻ്റെ സൈക്കിൾ എടുത്ത് അവന് റോഡുമിൽ ഇറങ്ങണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ ഒരു പോക്കറ്റ് റോഡുണ്ട് കേട്ടോ ഞങ്ങൾക്ക് മോന്താലിലേക്ക്. ഇതിന് മുമ്പും ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് മോന്താലിലെത്തുന്നത്. പക്ഷേ ആ റോഡ് താറല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്ത് അതിൻ്റെ താരങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റോഡൊക്കെ പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എന്തായാലും നമുക്ക് ഇനി മുതൽ ഈവനിങ് റൈഡായിട്ട് നമുക്ക് റോട്ടിലൂടെ തന്നെ റൈഡ് ചെയ്യാം. അങ്ങനെ അവൻ റെഡിയായി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ എവിടെ പോവാ? അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പോകാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 1 വീക്കിൻ്റെ അടുത്തായി റോഡ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മളെപ്പോഴും വിചാരിക്കും ഇന്ന് ഈവനിങ് പോകണം. പക്ഷെ പല കാര്യങ്ങളും കൊണ്ട് എന്താവെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പം ഇന്ന് നമ്മൾ പോവാണ് കേട്ടോ. അപ്പം വ്ളോഗും ഈ ഒരു വ്ളോഗ് എടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 ടേണിങ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പുതിയ റോട്ടിലേക്ക് കയറാം. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതാ ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതാ വരുന്നതൊക്കെ നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഹായ് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവാണ് കേട്ടോ. റെയ്യു എങ്ങനെയുണ്ട്? നമുക്ക് റോഡിൽ കയറിക്കോ. അടിപൊളിയാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റോഡ് മൊത്തം പുതുതായിട്ട് വന്നിരിക്കുന്ന റോഡ്. ക്ലോസ്ഡ് ഒന്നും അല്ല. ഓക്കെ ഇങ്ങോട്ട്. റേ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നേരെ നോക്കി ഓടിക്കും. അങ്ങനെ നമ്മൾ എത്തി, മോന്താലെത്തി. മോന്താല് ഞാൻ ഇതിനു മുമ്പേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മോന്താല് അല്ലേ. ഞാൻ മൊത്തം വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആ മോന്താൽ എന്തിനു സോറി. മോന്താല് പണ്ട് തൊട്ടേ ഉള്ളൊരു കള്ള് ഷോപ്പാണ് കേട്ടോ ഇതിപ്പോൾ ഒരു പുതിയ രീതിയിൽ അവർ സെറ്റപ്പ് ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ അങ്ങ് ദൂരെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബോട്ട് ചട്ടി. അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തി. കണ്ടോ നല്ല രസമാണ് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം. അങ്ങനെ നമ്മളിതാ സൈക്കിളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തില്ലെറിയോ. അങ്ങനെ ഞങ്ങളിവിടെ പാർക്ക് ചെയ്ത് ഇനി റോഡ് കടക്ക്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. അതാ മെയിൻ റോഡ് കേട്ടോ. അവിടെ പോയി വല്ലതും ഞം വാങ്ങട്ടെ. മോന്താല് ശരിക്കും നല്ല പോലെ മീൻ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. യൂഷ്വലി ഞങ്ങൾക്ക് രാജേഷ് ചേട്ടനാണ് വാങ്ങിത്തരാറ്. അപ്പോൾ ഇന്ന് ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു നമുക്ക് വാങ്ങാന്ന്. അങ്ങനെ ഞങ്ങളും കുറച്ച് മീനൊക്കെ വാങ്ങിട്ടോ. എന്തൊക്കെ കിട്ടിറിയോ? എന്തൊക്കെ കിട്ടി? എവിടെ നീ വാങ്ങിയ സാധനമൊക്കെ എവിടെ? നമുക്ക് കവർ കിട്ടിയില്ല അല്ലേ. അതുകൊണ്ട് നമ്മളിവിടെ വെച്ച് നമ്മൾ സാധനമൊക്കെ വാങ്ങിയില്ലേ. മീന് റെയ്യുവിൻ്റെ സൈക്കിളിൽ തൂക്കണം എന്നായിരുന്നു റെയ്യു പറയുന്നത്. പക്ഷെ പറ്റണില്ല. നമുക്ക് ഇങ്ങനത്തെ കവറിലാണ് തന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിലായി. അവൻ കുറേ നേരമായിട്ട് പറയാം ഇതിൽ തൂക്കാൻ. പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ എന്ത് രസമാണല്ലേ ഇവിടുത്തെ വ്യൂ. അടിപൊളി. അപ്പം ഞാൻ നേരത്തെ കാണിച്ച കള്ള് ഷോപ്പിൻ്റെ ബോർഡാണ് കേട്ടോ ഇത്. ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനിയൊരു വരുത്ത് ഇവിടെ വരണം. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒറ്റ പ്രശ്നം, റെയ്യുവിന് ബോട്ട് ചട്ടി കയറണം എന്ന് പറഞ്ഞു. പക്ഷെ അതിപ്പോൾ നടക്കില്ല. കാരണം നമ്മൾ സാധനമൊക്കെ ആയിട്ട് വന്നിരിക്കുകയല്ലേ. പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം വാഹനമൊക്കെ വരുമ്പോൾ റെയ്യുവിന് സൈഡിൽ പോകാൻ പറയുമ്പോൾ നടുവ് തന്നെ പോകുന്നതൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ. പക്ഷെ ഫസ്റ്റ് ടൈം അല്ലേ, അതിൻ്റെ ഒരു ഇതുണ്ടാവും. നേരെ നോക്ക്. ഇയാളാണെങ്കിൽ കാഴ്ച കണ്ടുപിടിക്കുക. അതാണ് പ്രശ്നം. സൈക്കിൾ എവിടെയോ പോകുന്നു, അവനെവിടെയോ നോക്കുന്നു. എവിടെയോ നോക്കുക, എവിടെയോ പോവുകയാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതാ പോകുന്നു. നേരെ പോയിക്കോളേ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങി ബാക്കി സാധനങ്ങളൊക്കെ അവൻ്റെ അവിടെ ഉണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ എത്തും കേട്ടോ. ഓടിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു റോയു? റോട്ടിലൂടെ ഓടിച്ച് ഇഷ്ടമായോ? ഇഷ്ടമായി. എന്തുകൊണ്ടാ? ഞാൻ വഴക്ക് പറഞ്ഞു. വഴക്കല്ല കേട്ടോ. കാരണം അവൻ എവിടെയോ നോക്കി ഓടിക്കുക. അപ്പോൾ വീടില്ലേ അത് പറഞ്ഞേ. നാളെ വരണോ? വേണ്ട, വേഗം പറ. എന്നാലാണേ ഞാൻ കൂട്ടൂ. പറ. ഇഷ്ടമായിനാ? ഓക്കെ. ഇനി വഴക്ക് പറയില്ല. ഓക്കെ ആണോ? അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ. സൈക്കിളൊക്കെ പാർക്ക് ചെയ്ത് അവൻ്റെ ചെരുപ്പൊക്കെ സൈഡാക്കുകയാണ്.
അപ്പോൾ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതെൻ്റെ വോയിസിൽ നല്ല പോലെ കേൾക്കാൻ പറ്റും. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളെ വീട്. അയ്യോ, അങ്ങനെ ആർക്കാ എക്സസൈസ് ആയോന്ന് എനിക്കറിയില്ല. അറിയോ, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നടത്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. അത് ടയേർഡായിട്ടോ, കാരണം എനിക്കും നല്ലൊരു എക്സസൈസ് തന്നെ. അവന് മാത്രമല്ല. പക്ഷേ ഇനിയിപ്പോൾ ഇന്ന് പോയി ഇങ്ങനെ സാധനം വാങ്ങി ഇതൊക്കെ വന്നോണ്ട് നാളെ ഇനിയും പറയുമെന്നാണ്. പക്ഷെ എന്താണെങ്കിലും നല്ല രസമാണ് കേട്ടോ. ഞാനിതാ ക്ഷീണിച്ച് വന്നറിയും ഇവിടെ ഇരുന്ന് എന്ത് കഴിക്കുകയാണ്? സമൂസ. സമൂസ മമ്മക്കോ? മമ്മക്ക് എടുത്തേ. മമ്മക്കാണ് നീ ചവിട്ടിയെങ്കിലും ബാക്കി ഹൈറ്റൊന്നും ഒടുക്കത്തെ ചവിട്ടലായിരുന്നു. ഹൈറ്റൊന്നും അവൻ ചവിട്ടുന്നില്ലടോ. എന്താ ചെയ്യാന്നറിയാവോ? ഞാൻ പുഷ് ചെയ്ത് അവനൊരൊറ്റ നിർത്താങ്ക് നിൽക്കും അല്ലേ? ഞാനെന്നാ പറഞ്ഞേ, എനിക്ക് പരിപ്പ് വട കിട്ടി കേട്ടോ. അപ്പം ഞാൻ പരിപ്പ് വടയും റിയും സമൂസയും വാങ്ങി. നല്ല ചൂടോടെ പപ്പക്കും ഉണ്ട്. പപ്പ ഈ വീഡിയോ കാണുമ്പോഴാ അറിയാം ഞങ്ങൾ പോയതും കാര്യങ്ങളൊക്കെ. അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ്. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും ഗുഡ് പറഞ്ഞ് അരുവിലേക്ക് പോണേ, നടുവിലേക്ക് പറയണ്ട. അപ്പോൾ ബൈ.